കണ്ടു ഞാൻ ഈ ദൈവസ്നേഹം ഈശൻ ക്രൂശിന്മേൽ. പണ്ടു ഞാൻ അറിഞ്ഞതില്ല നോർത്തു നീറുന്നേ. കണ്ടു ഞാൻ ഈ ദൈവസ്നേഹം ഈശൻ ക്രൂശിന്മേൽ. പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തു നീറുന്നേ. ഉണ്ടെനിക്ക് നാടു മേലിലെന്നതോർക്കുമ്പോ വേണ്ടെനിക്ക് മിസ്രയീമിൻ നിക്ഷേപങ്ങളെ. ഉണ്ടെനിക്ക് നാടുമേലിൽ എന്നതോർക്കുമ്പോൾ വേണ്ടെനിക്ക് മിസ്രയീമിൻ നിക്ഷേപങ്ങളെ. ഓ യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത ആത്മനായക. കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ എല്ലായിടങ്ങളിലും ഉണ്ടാകുവാനിടയാകട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്ത ഈ വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. സാധാരണ നിലയിൽ എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്ന, കാണാപ്പാടം അറിയാവുന്ന സങ്കീർത്തനങ്ങളിലെ ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ഒരു മുന്നറിയിപ്പ് പുതിയ നിയമത്തിൽ എടുത്ത് പത്രോസ് പറഞ്ഞിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഇതിനകത്തുണ്ട്. ഒന്ന് വേണ വായിച്ച് 11-ാം വാക്യം വായിച്ച്. മക്കളെ വന്ന് എനിക്ക് ചെവിതാ. യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. എന്താ ഉപദേശം? ജീവനെ ആഗ്രഹിക്കുകയും, സ്തോത്രം, നന്മ കാണേണ്ടതിന്. ഇവിടെ നന്മ കാണേണ്ടതിനാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, സ്തോത്രം, ദോഷം ചെയ്യാതെ. അവിടെ വ്യക്തമായി പറയുകയാണ്, നിന്റെ നാവിനെയും, സ്തോത്രം, വ്യാജം പറയാതെ നിന്റെ ആദരത്തെയും കാത്തുകൊള്ളുക. വാച്ച്മാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വാച്ച്മാൻ ഡ്യൂട്ടി എന്തിനു വേണ്ടിയാ? അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വാച്ച്മാന്റെ ഉത്തരവാദിത്തം. ഇവിടെ ദൈവാത്മാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ജീവനെ നിന്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടോ? എന്തു ചെയ്യണം? നന്മ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആയുസ് വേണമെന്ന് നിനക്ക് ഇച്ഛയുണ്ടോ? എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ നിന്റെ ആദരത്തെ കാക്കണം. വ്യാജം പറയാതെ ആദരത്തെ അടക്കണം. സ്തോത്രം. എന്താ കാരണം? എന്തിനാ അങ്ങനെ പറയുന്നേ? അതിന്റെ 15-ാം വാക്യം, യഹോവയുടെ കണ്ണ്. അപ്പോൾ ഇപ്പൊ ക്യാമറയാ ആളുകളെ ശ്രദ്ധിക്കുന്നേ, പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടി എവിടെ പോയി ഒളിച്ചാലും, ഏതിടത്ത് പോയാലും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. അത് അത്യുന്നതന്റെ കണ്ണാ. അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാ. ഹല്ലേലൂയ. അതിനെ മറയ്ക്കുവാൻ, അതിനെ തടയുവാൻ ഏതറയ്ക്കകത്തു പോയിരുന്നാലും കഴിയില്ല. തമ്പുരാനെ മറച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. ആ ദൈവത്തോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ആ ദൈവമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബന്ധം പുലർത്തുന്നത്.
സഭയെ വന്ന് അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം പ്രാർത്ഥന കേട്ട് നമ്മെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ കിട്ടുന്ന അവസരമാണ് ഈ ഞായറാഴ്ച പകൽക്കാലം. ആ സമയത്ത് ചെയ്ത ഉപകാരത്തെ ഓർക്കണം. കർത്താവിനോട് പറയണ, കർത്താവേ എനിക്ക് ഇന്ന വേദന വന്നപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചതിന് മറുപടി നൽകിയല്ലോ, ഇന്ന ആവശ്യത്തിന്റെ മുൻപിൽ അവിടുന്ന് നടത്തി തന്നല്ലോ, ഇന്ന പ്രതികൂലത്തിന്റെ മുൻപിൽ എന്റെ ദൈവമേ അവിടുന്ന് എന്നെ സഹായിച്ചല്ലോ. സ്തോത്രം പറയണം, സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ വന്ന് വായും പൂട്ടിയിരിക്കരുത്. കോഴിമുട്ടയാകരുത്, കോഴിക്കുഞ്ഞാകണം. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ആരാധന കൊതിയനല്ല കേട്ടോ. ദൈവം അതാരും തെറ്റിദ്ധരിക്കരുത്. വിശ്രമമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാറാഫുകളുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, രണ്ടുകൊണ്ടവർ പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമമില്ലാതെ പറഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ സൂത്രത്തിലുള്ള സ്തോത്രം ആർക്ക് വേണം? ആർക്കെങ്കിലും വേണോ? ഒന്ന് ചിന്തിച്ച്. വിശ്രമമില്ലാതെ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂതനല്ല, ഒരു ദൂത സഞ്ചയം തന്നെയുണ്ട്. എന്നാൽ അവർ ദൈവത്തെ കണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. നമ്മൾ ആത്മാവിലാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ ആരാധനയെ ഈ ദൂതന്മാർ കുനിഞ്ഞു നോക്കുക. ഇതെന്താണ് ഈ പരിപാടി? ദൂതന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. ആ ദൈവിക തേജസ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. അതെന്താണ് ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നതെന്ന വചനം പറയുന്നത്. കുനിഞ്ഞു നോക്കുക. അപ്പോഴാണ് നമ്മൾ ആദരം തുറന്ന് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കണം. പുറത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ, ആ കെട്ട് പോടണം. പുറകിലിരിക്കുന്ന ഇനിയും പൊട്ടണം. ഹല്ലേലൂയ. അത് പൊട്ടിക്കടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റിലീസ് കിട്ടും. നമ്മുടെ അടുക്കലേക്ക് ആര് വരികയ? നമ്മുടെ യോഗ്യത കൊണ്ടാണോ? രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട്. എന്തിനു വേണ്ടിയാ? ദൈവം ചെയ്ത ഉപകാരത്തെ, നടത്തിയ വിധങ്ങളെ ഓർത്തതിന്റെ അതരത്തിൽ നിന്ന് ഒരു സ്തോത്രവും സ്തുതിയും പുറപ്പെടുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ നടത്തുവാൻ, നിന്നെ കരുതുവാൻ ഒരു ദൈവ സാന്നിധ്യം ഉണ്ട്. ദൈവമേ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മുൻപിലുള്ള വിഷയങ്ങളൊന്നും വലുതല്ല. ദൈവത്തോട് ചേർന്ന് അങ്ങ് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, ലജ്ജിതരായി എന്നല്ല, നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം എന്ത് ചെയ്തില്ല? ലജ്ജിച്ചു പോയില്ല. ഈ ഭക്തൻ രേഖപ്പെടുത്തുന്നത് സുഖമനുഭവിച്ചപ്പോഴല്ല, എല്ലാം പ്രതികൂലമായ ഒരു സാഹചര്യം അവന്റെ മുൻപിൽ സംജാതമായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അല്പസമയം ഭയപ്പെട്ടപ്പോൾ ദൈവമുഖത്തേക്ക് അവൻ നോക്കി പറഞ്ഞു, എന്റെ ദൈവമേ എന്നെ സഹായിക്കണോ, എന്നെ വിടുവിക്കണോ,
എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആ വാർത്തകൾ അവന്റെ ഹൃദയത്തിനകത്ത് ഉരുവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? 7-ാം വാക്യം. അവന് മാത്രമല്ല, ആ വാക്ക് ശ്രദ്ധിക്കുക, അവന്റെ ബഹുവചനം അതിനകത്ത് നമുക്കും കയറി നിൽക്കാം. നമുക്കും അതിനകത്ത് കയറി നിൽക്കാം. നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ദൈവമുഖത്തേക്ക് നീ നോക്കുന്നവർക്ക് നിന്റെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. Amen. Praise the Lord. പക്ഷേ ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ വ്യക്തിപരമായി അടുത്ത് ചെല്ലണം. എന്നാൽ നാം സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നാം സേവിക്കുന്ന ദൈവം നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിന്റെ വേദനകൾ അറിഞ്ഞ് ആശ്വാസം തരുവാൻ, കരം പിടിക്കുന്നതിനെ നടത്തുവാൻ മതിയായ ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ നേരത്തെ വായിച്ച ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സുകയും ചെയ്തവനാണ്. ദോഷം ചെയ്യാതെ നിന്റെ നാവ്, വ്യാജം പറയാതെ നിന്റെ ആദരത്തെ അടക്കിക്കൊള്ളട്ടെ. ദോഷം എന്ത് ചെയ്യണം? വിട്ടകന്ന് ഗുണം ചെയ്യണം. എന്ത് ചെയ്യണം? ദോഷം വിടണം, വിട്ട് അകലണം, അകന്ന് എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. വിട്ടാൽ മാത്രം പോരാ, അകന്നാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? ചിലർ പറയുന്നത് ഞാൻ ദോഷമൊന്നും ചെയ്യുന്നില്ല, ഗുണവും. വചനം പറയുന്നത് എന്താ? ദോഷം വിട്ട് അകലണം, പക്ഷേ ഗുണം ചെയ്യണം, ഗുണം ചെയ്യണം. ഹല്ലേലൂയ. മാത്രമല്ല സമാധാനം അന്വേഷിക്കണം, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? പിന്തുടരണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അടുത്ത വാക്ക് പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി. അപ്പൊ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് എന്തുണ്ട്? ചെവിയുണ്ട്. ചെവി ഉണ്ടെന്ന് മാത്രമല്ല, ആ ചെവി കേൾക്കുന്ന ചെവിയാ. നിന്റെ വേദനയെ, നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ കാണുന്ന കണ്ണും കേൾക്കുന്ന ഒരു ചെവിയും ആർക്കുണ്ട്? നാം സേവിക്കുന്ന ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. ചെവി നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. 17-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു. അപ്പൊ നിന്റെ നിലവിളി ആര് കേൾക്കും? എവിടെ ഇരുന്ന് നിലവിളിച്ചാലും കേൾക്കും. എവിടെ ഇരുന്ന്? ഭക്തിയോടെ ആയിരിക്കണം കേട്ടോ, വ്യവസ്ഥ മറക്കരുത്. എവിടെ ഇരുന്ന് നിലവിളിച്ചാലും ദൈവം കേൾക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. എന്നിട്ട് വട്ടം കറങ്ങി എന്നാണോ പറയുന്നത്? വട്ടം കറങ്ങി എന്നാണോ പറയുന്നത്? സ്തോത്രം. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിപ്പാൻ തക്കതായ ഒരു ദൈവ സാന്നിധ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് 18-ാം വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായി. അത് മറിയുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചതാണ്. അവളുടെ ഹൃദയത്തിന്റെ നുറുക്കം കണ്ടിട്ട്, ആ വേദന കണ്ടിട്ട് അവൾ ഇട്ടേച്ച് പ്രാണപ്രിയൻ പോയില്ല, അവളുടെ അടുക്കലേക്ക് നടന്നെടുത്തു വന്നു. അവളുടെ വിഷയത്തിന് പരിഹാരം നൽകി അവൻ മടങ്ങിപ്പോയി. അതാണ് നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. ഒത്തിരി കാര്യങ്ങൾ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം.
ഈ സങ്കീർത്തനം എഴുതിയതിന്റെ പശ്ചാത്തലം അവിടെ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ആ ശമൂവേലിന്റെ പുസ്തകത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ വിരാമം ഇടുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം.